ഹലോ, വീടൊക്കെ പൂട്ടി ഞാൻ സന്തോഷത്തോടെ ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് എവിടെ പോകുമെന്നറിയോ? നമ്മളിന്ന് കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഒരു കണ്ണൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് പോണത്. നാട്ടിൽ വന്നതിന് ശേഷം ഇതുവരെ കണ്ണൻ്റെ അമ്പലത്തിൽ പോയേ തൊഴേ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നാട്ടിലാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കണ്ണനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു തൃപ്തിയും കാണില്ല കേട്ടോ. നമ്മൾ പോയി കയറിയത് ഉടനെ തന്നെ പൂജയായിരുന്നു കേട്ടോ. പൂജാ സമയത്ത് ഫുള്ള് മണിനാദവും ആഹാ എന്ത് രസമായിരുന്നു എന്നറിയോ. അകത്ത് കയറിയിട്ട് പിന്നെ ഉടനെ തന്നെ നമ്മൾ തൊഴാൻ വേണ്ടി നിന്നായിരുന്നു കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ചുറ്റും എൻ്റെ അമ്മയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അവിടുത്തെ ഓരോ കൊത്തുപണിയും കാണാൻ അയ്യോ എൻ്റെ അമ്മ എന്ത് അടിപൊളിയെന്നറിയോ. ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ആരതി ഫുള്ള് ചുറ്റും കേട്ടോ. ക്ഷേത്രത്തിന് 4 വശങ്ങളിലും ചുറ്റും പോറ്റി എല്ലായിടവും ചുറ്റിയതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുള്ളൂ കേട്ടോ. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ഈ ശിവലിംഗത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് തൊഴുത് നമുക്ക് പൂജയൊക്കെ ചെയ്യാം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും ശിവലിംഗത്തിന് നമുക്ക് തൊടാനോ അകത്ത് കയറാനോ ഉള്ള പെർമിഷൻ പോലും ഇല്ലല്ലോ. ഇവിടെയാണെങ്കിൽ ശിവലിംഗത്തിൻ്റെ അടുത്ത് പോയി നമുക്ക് തൊഴുക എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ആരതി ഒഴിഞ്ഞ് കൊണ്ടുവയ്ക്കും. വച്ചതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ തൊഴുതിന് ശേഷം പോറ്റി നമുക്ക് തീർത്ഥം തളിച്ച് തരുന്നത് കേട്ടോ. ഈ തീർത്ഥം വന്ന് വീഴുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ. ആ തീർത്ഥം വീണ ഒരു സന്തോഷത്തിൽ എൻ്റെ ഫോണിൻ്റെ പുറത്തും എല്ലാം കൂടിയൊക്കെ നല്ല ഐശ്വര്യമായിട്ട് കണ്ണൻ്റെ തീർത്ഥം വന്ന് വീണ കേട്ടോ. അവിടെ കണ്ടോ കൃഷ്ണനും രാധയും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഭംഗിയായിട്ടാണെന്നറിയോ. കൃഷ്ണനും രാധയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരെയും എടുത്തുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി തോന്നും. നല്ല പളപളാന്നിരിക്കുകയായിരുന്നു. രണ്ടുപേരെ കാണാനും സുന്ദരിയാക്കിയാണ് വെച്ചിരുന്നത് കേട്ടോ. ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോറ്റി എന്ത് ചെയ്യുന്നറിയോ, ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ കൈ കൊട്ടി രാമനാമം ജപിക്കും. അവരുടെ ആസാമീസ് ഭാഷയിൽ എന്തോ ആണ്, എനിക്ക് രാമനാമം ജപിക്കുന്നതായിട്ടാണ് തോന്നിയത്. എന്തോ മന്ത്രങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരും അവിടെ തൊഴാൻ വന്നവരും എല്ലാവരും കൂടെ ചുറ്റും ഇതുപോലെ തൊഴും കേട്ടോ. ഭഗവാന്റെ കൂടെ തന്നെ പോറ്റിയുടെ കൂടെ തന്നെ കൈ കൊട്ടി ഇങ്ങനെ രാമനാമം ജപിക്കും. ഇവിടെ പിന്നെ സ്ത്രീകൾ തലയിൽ കൂടെ ഷോൾ ഇട്ടിട്ടാണ് ക്ഷേത്രത്തിൽ കയറുന്നത്. ഞാനാണെങ്കിൽ ഷോൾ ഇട്ടുകൊണ്ട് വരാത്തതുകൊണ്ട് എനിക്ക് ഷോൾ തലയിൽ കൂടെ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. ഷോളൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും വന്നതെന്ന് ഇതുപോലെ നടയിൽ വന്നതെന്ന് കൈകൊട്ടി തൊഴുത് ആരതി എടുക്കും കേട്ടോ. അവർ വീട്ടിൽ എന്തോ ഒരു നേർച്ച എന്നാണ് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത്. ആ മോൻ എന്തോ വയ്യാതായപ്പോൾ നേർന്നതാണെന്ന് അത്രേ. അവിടെ ക്ഷേത്രത്തിൽ ഇതുപോലെ തിരിയെടുത്ത് ഇങ്ങനെ 3 തവണ ആരതി ഒഴിഞ്ഞിട്ട് അവർ ഓരോ നടയിലായിട്ട് കൊണ്ടുവയ്ക്കും. എന്നിട്ട് പോറ്റി രാമനാമം ജപിക്കുന്ന നിർത്തില്ല കേട്ടോ. രാമനാമം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടേ ഇരിക്കും. അവർക്ക് എന്തോ ഒരു ഖണ്ഡിക ഫുൾ കംപ്ലീറ്റ് അത് ആക്കിയാൽ തന്നെ രാമനാമം കംപ്ലീറ്റ് ആവുള്ളൂ. എന്നിട്ട് എല്ലാവരുമായിട്ട് കൈകൊട്ടി എൻ്റെ മക്കൾ രണ്ടുപേരും കൈകൊട്ടാൻ റെഡിയായി നിൽക്കുകയാണ്. കൈകൊട്ടി തൊഴുതതിന് ശേഷം നേരെ തന്നെ പ്രസാദം കഴിക്കാൻ വേണ്ടി വരും. ഇവിടെ പ്രസാദം കൊടുക്കുമ്പോൾ ഏറ്റവും ഇതെന്ന് വെച്ചാൽ അൽപ്പലീബി മുട്ടായി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അൽപ്പലീബി മുട്ടായി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ 2 മക്കളും കംപ്ലീറ്റ് ഫ്ലാറ്റായി. എൻ്റെ മോനും ഒരു മുട്ടായി കൊടുത്തിട്ട് അവൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് അവൻ രണ്ടാമത് ഒന്നും കൂടെ കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഉടനെ തന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ വീണ്ടും രണ്ടാമതൊന്ന് വാങ്ങിച്ചത്. മോളിത കട്ട വെയിറ്റിംഗ് ആണ്. ഇനി അവന് 2 കൊടുത്തുകൊണ്ട് എനിക്കിനി മുട്ടായി എങ്ങാനും തരാതിരിക്കുമോ എന്നുള്ള വിഷമത്തിലായിരുന്നു കേട്ടോ അവൾ. ആ മുട്ടായി കിട്ടിയ അവളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്ത് ഞാനാണെങ്കിൽ പ്രസാദം ഇടാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. നമുക്കിവിടെ നാട്ടിൽ നമ്മളെടുത്തിടണമെങ്കിലും ഇവിടെ ആണെങ്കിൽ അവരിട്ട് തരും കേട്ടോ. അവരിട്ട് തരും. പ്രസാദമൊക്കെ ഇട്ട് തന്നതിന് ശേഷം പ്രസാദമൊക്കെ അവരാണ് കേട്ടോ ഇട്ട് തരുന്നത്. നമ്മുടെ കയറി പോയത് ഉടനെ പൂജ ആയതിൽ നമുക്ക് അവിടെ ചുറ്റും ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ചുറ്റും നോക്കിയപ്പോൾ എൻ്റെ അമ്മ എന്തൊരു ഫിനിഷിങ് വർക്കെന്നറിയോ. അടിപൊളിയായിട്ട് ശില്പങ്ങളൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പൊടിയോ എണ്ണേരോ ഇതോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സെറ്റാണ് മക്കളെ, സെറ്റ് അടിപൊളിയാണ്. നമുക്ക് പിന്നെ തൊഴണമല്ലോ. തൊഴുതിട്ട് ഞാൻ കുറച്ച് ഭഗവാനെയൊക്കെ മനസ്സുരുക്കി വിളിച്ചിട്ടുണ്ട്. അമ്മേ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ഹിറ്റാക്കി തരണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് മനസ്സുരുക്കി വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരെയാണ് കേട്ടോ. അവിടെ ശിവലിൻ്റെയും പാർവതിയുടെയൊക്കെ പ്രതിമകളൊക്കെ എൻ്റെ പൊന്നു എന്ത് സെറ്റപ്പ് ആയിട്ടാണെന്നറിയോ കൊത്തുപണികൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. നമ്മൾ ഈ പൂജ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ അവിടെ അടുത്ത് ക്ലീനിങ് ചെയ്യാൻ ആൾ വന്ന് എല്ലായിടും നല്ല ക്ലീനിങ് ആക്കും കേട്ടോ. ക്ലീനാണ്. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മണ്ണ് കിടന്നാൽ വരെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് വെട്ടവും ക്ലീനിങ്ങുമാണ് കേട്ടോ. പിന്നെ അവിടെ രുക്മിണി പോലെ 2 അമ്മമാരെ പോലെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവരെയൊക്കെ പോയി തൊഴുതിട്ട് ഉടനെ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ 2 നിലയിലാണ് ക്ഷേത്രം വരുന്നത്. താഴത്തെ നിലയിൽ വന്നിട്ട് മണ്ഡപം പോലെ എന്തോ, മുകളിലാണ് ക്ഷേത്രം. മുകളിലത്തെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വന്ന ഉടനെ തന്നെ അടുത്ത് നമ്മൾ വേറൊരു കണ്ണനെ രാധയും കാണാൻ പോയി. എനിക്കിന്ന് കണ്ണനെ കാണാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അടുത്ത ക്ഷേത്രത്തിൽ നമ്മൾ കയറിയപ്പോൾ തന്നെ അവിടെ ഭജനയായിരുന്നു കേട്ടോ. അവിടെ വന്നിട്ട് ഇത്തിരി പ്രായമുള്ളവർ തന്നെ ഇരുന്ന് ഭജന പാടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു.
അവരുടെ ഭാഷയിലാണ് പാടുന്നതെങ്കിൽ നമുക്കത് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ചെണ്ടയൊക്കെ കൊട്ടി എല്ലാവരുമായിട്ട് കൂട്ടം കൂടി ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഭജന പാടുന്നു. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, വീട്ടിനടുത്തുള്ള ഏതോ ഒരു സ്ത്രീ ആണെന്ന് തോന്നുന്നു, ഒരു അമ്മൂമ്മ. ആ അമ്മൂമ്മയും കൊച്ചുമ്മനും കൂടെ വന്നിരുന്നു. കൊച്ചുമ്മ ഹോംവർക്ക് എഴുതണം, അമ്മൂമ്മ അതേപോലെ ഇരിക്കും. നമുക്ക് പിന്നെ പ്രസാദമൊക്കെ കിട്ടി കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്